ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചത്. അപ്പം ഞാൻ ഓർക്കത്ത് എണീക്കുമ്പോൾ മുതലേ എടുക്കാമെന്ന് വിചാരിച്ചു ആക്കണം. ഓക്കെ, അപ്പം നമുക്ക് കൂടുതലൊന്നും സംസാരിക്കണ്ട. അപ്പം ഞാൻ എണീക്കുമ്പോൾ മുതൽ എന്തൊക്കെ ചെയ്യുന്നു എല്ലാം ഇത് കാണിക്കൂല, പക്ഷേ എന്നെ കൂടെ പറ്റുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാട്ടോ, കോഴിക്കോടാണ്. അപ്പം നമുക്ക് അധികം സംസാരിക്കാതെ എണീച്ച് പോകാം. സോ ഞാൻ എണീറ്റ് താഴോട്ട് വന്നു. ഇനി ഞാൻ ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് പള്ളൊക്കെ തേച്ച് ചായ കുടിക്കട്ടെ. ഗായ്സ്, അപ്പം ഞാനൊരു ബൃന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് കാണുമായിരുന്നു കേട്ടോ. കുറേ നേരം ഞാൻ അതും കണ്ടിരുന്നു. പിന്നെ ഞാനിവിടെ അമ്മേൻ്റെ അച്ഛൻ്റെ വെഡ്ഡിങ് ആൽബം അങ്ങനത്തെ കുറച്ച് ആൽബങ്ങളൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. പണ്ടത്തെ ആൽബത്തിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് പണ്ടത്തെ ഇതെൻ്റെ അമ്മ, ഇതിൻ്റെ അച്ഛൻ്റെ എക്സ്പ്രഷൻ നോക്കൂ. അതുപോലെ തന്നെ ഇത് അമ്മേൻ്റെ റിസപ്ഷൻ ലുക്കാണ്. അപ്പം ഈ രണ്ട് സാരികൾ കണ്ടോ, ഈ സാരിയും വെച്ചിട്ട് സാരി എടുത്ത് ഞാനൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. കറക്റ്റ് ഈ ലുക്കൊന്നും കിട്ടില്ല, പക്ഷേ എൻ്റെ ഒരു സ്റ്റൈലിൽ ഈ സാരിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞാനത് ഇട്ടിട്ട് ഒന്ന് ഇട്ടാലോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഞാനൊരു വേറെ വീഡിയോ ആയിട്ടിടാം. അപ്പം നിങ്ങളൊക്കെ അത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ പണ്ടത്തെ ഫോട്ടോസൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ കാണിച്ചു തരാം. ഈ ഇരിക്കുന്ന കുരുത്തം കെട്ട ഈ കുട്ടി ഇത് ഞാനാണ്. ഇതിനെ കണ്ടിട്ട് ഒരേപോലെ ഉണ്ടാവും. ഈ ഇരിക്കുന്നതും ഈ ഞാനാണ്. ഇതെന്റെ ചേച്ചി, ഇതെന്റെ അപ്പ, ഇതെന്റെ അച്ഛൻ പണ്ട്. ഇത് ഞാനും എന്റെ ചേച്ചിയും. പണ്ടത്തെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ചിരി വരുന്നുണ്ട്. എൻ്റെ ചേച്ചി ഇത് കണ്ടു കഴിഞ്ഞാൽ അവള് വിചാരിക്കുക എന്ത് നാറിയാണ് ഞാനത് ഇതൊക്കെ എടുത്തിടുന്നത്. ഞാൻ ഇതൊക്കെ കണ്ടിരുന്ന് ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ കൂടി ഒന്ന് ചിരിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഫോട്ടോസൊക്കെ ഉണ്ടാകും, പിന്നെ ഞാൻ കാണിക്കുന്നില്ല, കുറേ ഉണ്ട്. അപ്പം ഇനി എന്തായാലും ഫുഡ് കഴിക്കാൻ പോകണം. ഞങ്ങൾ ഇത്രയും നേരം ഞാനും അമ്മയും കൂടി സീരീസും കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇനി ഫുഡ് കഴിക്കാം. ബാക്കി കുറച്ച് 2 എപ്പിസോഡ് കൂടി ഉണ്ട്, അതും കൂടി കാണാം. പിന്നെ നമുക്കിത് റീക്രിയേറ്റ് ചെയ്യാം. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അത് നിങ്ങൾ വേറെ തന്നെ വീഡിയോയിൽ കണ്ടാൽ മതി. ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് പേര് ഫുഡ് കഴിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവളുടെ കുട്ടിയാണ് ആ ചുമട്ട. പിന്നെ ഇവക്ക് കുട്ടികളുണ്ട്, അതിവിടെയല്ല. പിന്നെ അത് ബെന്നു, ഇത് രാധ, ഇത് അപ്പുറത്തെ വീട്ടിലത്തെയാണ്. ഹായ് രാധ, മോളെ രാധേ. അവിടെ എന്തിനാടാ ഓടിക്കണ? എന്ത് സ്വഭാവ ബോസ്കോ. ആർക്കും കൊടുക്കാൻ സമ്മതിക്കില്ല, എല്ലാവരും തന്നെ വേണം. മൊത്തം മൃഗങ്ങളുടെ ഞങ്ങളൊരു മൃഗശാല തുടങ്ങിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അത്രയും ആൾക്കാർ ഈ വീട്ടിലുണ്ട് കേട്ടോ. ഇവള് ഈ അടുത്തുണ്ടായതേനി, അപ്പത്തേനും അതിന് കുട്ടി ഉണ്ടായി. എല്ലാരും ഇവിടെയാ ഉണ്ട് കേട്ടോ. ഇവിടെ അമ്മേന്റെ കുക്കുക്കോഴികൾ, ഇത് ടർക്കിയാണ്. ഹായ്, വേണ്ട, എവിടെ പോകുന്നു? കുറച്ച് പുലാസനൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 1 2 3. അതിനുള്ളിലേക്കൊക്കെ കുറച്ച് 1 2 എണ്ണൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ പഴുക്കുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് പുലാസനം ഇവിടെ ഉള്ളത് പറിച്ചെടുത്തുണ്ട് കേട്ടോ. കഴിച്ചു നോക്കാം. ഇത് ആദ്യമായിട്ട് ഉണ്ടാവുന്നതാണ് കേട്ടോ. ഇനി എത്ര വർഷം എടുത്തിട്ട് ഉണ്ടാവുന്ന നല്ല ഉണ്ടാവുക? ഇതിൻ്റെ തൊലി നല്ല കട്ടിയുള്ള തൊലിയാ. റംബൂട്ടാനൊക്കെ പോലെയാണ്, പക്ഷെ എന്ന് കഴിഞ്ഞാലും കുറച്ചും കൂടി ഉറപ്പുള്ള ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. റംബൂട്ടാൻ്റെ മാതിരി ഇല്ല, പക്ഷെ റംബൂട്ടാൻ പോലെ. അതെ, ഏട്ടനാ. ഇതിന്റെ അകത്തുനിന്ന് ഇപ്പൊ ഇത് ഇച്ചിരി ഉള്ളൂ കേട്ടോ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് പക്ഷെ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അത്രയോ ഉള്ളൂ. തിന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ ഇതിന് മുന്നേ പുലാസൻ കഴിച്ചിട്ടില്ല, റംബൂട്ടാൻ കുറെ കഴിച്ചിട്ടുണ്ട്. ഇതൊരു അടക്കാക്കുരുവിൻ്റെ അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് ഇങ്ങനെയല്ല ഉണ്ടാവുക. ഇത് നമ്മളിവിടെ ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഇതിനകത്ത് അധികം കുരുല്ലല്ലോ. റംബൂട്ടാനെ പോലൊക്കെയാണ്, പക്ഷെ എന്നാലും കുറച്ച് പുളിപ്പാട്ടോ. റംബൂട്ടാനെ കുറച്ചും കൂടി മധുരം എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അമ്മേൻ്റെ കല്യാണ സാരി കൊടുത്തിട്ട് ഇനി സംഭവമാക്കാൻ പോവാണ്. ഇത് ഞങ്ങളെ കല്യാണ സാരി, ഇതിലൊരു കേടുപാടില്ലല്ലോ. നിങ്ങൾ അന്ന് കൊടുത്ത് ഊരിച്ചതാ. പിന്നെ സോ ഗായ്സ്, അങ്ങനെ ഞാൻ അതിൻ്റെ ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഭയങ്കര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ലെങ്കിലും
കുറച്ചൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ ഗായ്സ്, അങ്ങനെ ഞാൻ പിന്നെയും ഗെറ്റ് റെഡി ചെയ്തു കേട്ടോ. ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ്. ഞാൻ, എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ, പിന്നെ എൻ്റെ അമ്മയും ഞങ്ങളെല്ലാവരും കൂടി ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് അവിടെ പോയിട്ട് കാണാം. അവിടെ വിളക്കൊക്കെ വെക്കുകയാണ് കേട്ടോ. ഇപ്പോഴേ കത്തിച്ച് പോവാ. ഈ ഷെല്ലൊക്കെ നമ്മൾ ഇങ്ങനെ പെറുക്കിയെടുക്കണം, അതാണ് എനിക്ക് ഇഷ്ടം. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി വന്നു കേട്ടോ. ഇനിയിപ്പോൾ അവിടെ പ്രത്യേകിച്ച് എനിക്ക് ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല. ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, മേല് കഴുകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഈ വ്ളോഗ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. എനിവേസ് ബൈ.